ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ടോണിക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടോണിക്കാണ് ഇത്. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ടോണിക്കാണ് ഇത്. മുടി വളർച്ചയ്ക്കും മുടി തഴച്ചു വളരും, മുടി വളരാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും അതുപോലെ തന്നെ തലയിലെ താരം പോകാനും ഏറ്റവും നല്ലൊരു റെമഡിയാണിത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര എളുപ്പമുള്ള സാധനങ്ങളാണ്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഉലുവ, അരി എന്ന് പറയുന്നത് മട്ടേരി എടുക്കണം, തവിടുള്ള അരി എടുക്കണം. ഇങ്ങനത്തെ അരി നിങ്ങൾക്ക് കിട്ടാനില്ലെങ്കിൽ മട്ടേരി എടുത്താൽ മതി. വെള്ളേരി യാതൊരു കാരണവശാലും എടുക്കരുത്. ഉലുവയും അരിയും, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കരിഞ്ജീരകം, പിന്നെ വേപ്പില, ഒരു 5 തണ്ട് വേപ്പില, ബാക്കി കരിഞ്ജീരകവും ഉലുവയും അരിയും ഓരോ ടേബിൾ സ്പൂൺ വീതം. ഇനി നമുക്ക് ഈ കരിഞ്ജീരകവും വേപ്പിലയും ചതച്ചെടുക്കണം. ഇത് വേപ്പിലയും കരിഞ്ജീരകവും ചതച്ചതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വേപ്പില ഇടാം, കരിഞ്ജീരകം ഇടാം, ഉലുവ ഇടാം, അരി ഇടാം. അരി എപ്പോഴും ശ്രദ്ധിക്കുക, തവിടുള്ള അരി മാത്രമേ എടുക്കാവുള്ളൂ ഇതിന്. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ അതൊന്ന് ഇളക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഇളക്കുക. ഇനി ഇത് നമുക്ക് ഒരു ദിവസം മൂടി വെക്കണം. ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇത് എടുക്കാൻ പാടുള്ളൂ. ഇത് മൂടി വയ്ക്കാം. ഇത് ഇന്നലെ നമ്മൾ കുതിർത്താൻ വെച്ച സാധനമാണ്. അത് ഞാനൊരു കൈയിട്ട് ഞെരടാൻ പാകത്തിന് ഒരു വലിയ ബൗളിലേക്കാക്കി. ഇനി നമുക്കത് നല്ലപോലെ കൈകൊണ്ട് ഞെരടി പിഴിഞ്ഞെടുക്കണം. നല്ല പോലെ ഞെരടണം. ഇതെല്ലാം കുതിർന്നിട്ടുണ്ട്. ഇതിൻ്റെ സത്ത് ഇതിലിട്ടേക്കുന്ന സാധനങ്ങളുടെ എല്ലാ സത്ത് ഈ വെള്ളത്തിലേക്ക് വരണം. ഉലുവ ആയാലും കറിവേപ്പില ആയാലും കരിഞ്ജീരക ആയാലും എല്ലാം മുടിക്ക് നല്ലതാണ്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക്, മറ്റൊരു ബൗളിലേക്ക് അരിച്ചെടുക്കാം. നൈസ് അരിപ്പയിൽ വേണം അരിക്കാനായിട്ട്, കരടൊന്നും അതിലേക്ക് വീഴാത്ത രീതിയിൽ. കണ്ടല്ലോ, ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളത് ഞെരടി പിഴിഞ്ഞ് അരിച്ചെടുത്തപ്പോൾ കിട്ടിയതാണിത്. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് സ്പ്രേ ബോട്ടിലിലേക്ക് ആക്കാം. ഇനി അത് സ്പ്രേ ബോട്ടിലിലേക്ക് ആക്കാം. ഇത് സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ കൈ കൊണ്ട് തൊട്ട് തലയോട്ടിയിൽ തേച്ചാൽ മതി. സ്പ്രേ ബോട്ടിലുള്ളവർ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുടി വകഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ നല്ല പോലെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തല മസാജ് ചെയ്യണം. ഇത് മുടിയുടെ മുകളിലല്ല സ്പ്രേ ചെയ്യേണ്ടത്. മുടി വകഞ്ഞിട്ട് തലയോട്ടിയിലേക്ക് സ്പ്രേ ചെയ്തിട്ട് നല്ല പോലെ കൈകൊണ്ട് തല മസാജ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവര് ഇത് കുറച്ചൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് കൈ കൊണ്ട് തൊട്ട് തലയോട്ടിയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോണിക്കാണ്. ഇത് നിങ്ങൾ 1-2 ദിവസം തേച്ചിട്ട് മുടി വളർന്നില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് കമന്റ് ഇടണ്ട. ഒരു മാസമെങ്കിലും ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട്, നല്ല റിസൾട്ട് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ഉപയോഗിക്കുക. ദിവസത്തിൽ ഒരു പ്രാവശ്യം തേച്ചാൽ മതി. അത് കാലത്ത് തേക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇത് തേച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം തല കഴുകി കളയാൻ. നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. ഷാമ്പൂ യാതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ കാലത്ത് തേക്കാൻ പറ്റാത്തവർ വൈകിട്ട് തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടോണിക്കാണ്, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. നമ്മൾ 1, 2, 3 ദിവസം ഉപയോഗിച്ചിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല. പരമാവധി എല്ലാ ദിവസവും ഇത് തലയിൽ തേച്ച് തല മസാജ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ. മുടിയുടെ മുകളിലല്ല തേക്കേണ്ടത്, തലയോട്ടി തേച്ച് മസാജ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.